ഹായ്, എല്ലാവർക്കും നമസ്കാരം. എൻ്റെ സൗണ്ട് കേൾക്കുന്നുണ്ടെങ്കിൽ ഒരു ഹായ് വിടണേ. എന്താണെന്നറിയില്ല, ചെറിയ എന്തോ ഒരു പ്രശ്നം ഉണ്ടായിട്ട് തോന്നുന്നുണ്ട് ഫേസ്ബുക്കിൻ്റെ ഇതിൻ്റെ അകത്ത്. അപ്പം ആരെങ്കിലും എൻ്റെ സൗണ്ട് കേൾക്കുന്നുണ്ടെങ്കിൽ ഒരു ഹായ് വിടണേ. ഇവിടെ ഒന്നാമത് റേഞ്ചിൻ്റെ പ്രശ്നമായതുകൊണ്ടോന്നറിയില്ല. ഒരാൾ കാണുന്നുണ്ട്. എൻ്റെ സൗണ്ട് കേൾക്കുന്നുണ്ടെങ്കിൽ ഒരു ഹായ് വിടണേ. വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം നിങ്ങളോട് എനിക്ക് ഷെയർ ചെയ്യണമെന്ന് തോന്നി. പ്രമോദ് വി കെ എന്ന് പറയുന്ന അവരോടാ ചോദിക്കുന്നത്, എൻ്റെ സൗണ്ട് കേൾക്കുന്നുണ്ടോ? ഉണ്ടെങ്കിൽ ഒരു ഹായ് പറയണം, യെസ് പറയണം. അല്ലെങ്കിൽ പ്രമോദ്, വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം നിങ്ങളോട് ചർച്ച ചെയ്യാനുണ്ട്. അതുകൊണ്ടാണ് ഞാനിപ്പം സൗദാസ് എൻ്റെ സൗണ്ട് കേൾക്കുന്നുണ്ടോ? ലക്ഷ്മണൻ, ആരെങ്കിലും ഒരാളെങ്കിലും കേൾക്കുന്നുണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലൈവ് തുടങ്ങാം. എൻ്റെ സൗണ്ട് കേൾക്കാൻ പറ്റുന്നുണ്ടോ? എവിടെ പറ്റുന്നുണ്ടെങ്കിൽ ഒരു ഹായ് വിടർതോ. ഷിജി പുളിയാത്ത കേൾക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ തുടങ്ങാം അല്ലേ. ഞാൻ രാവിലെ അമ്പലത്തിൽ പോയിട്ടുണ്ടായിരുന്നു. നമ്മൾ സ്വാഭാവികമായിട്ട് അമ്പലത്തിൽ പോകുന്നതാണല്ലോ. അപ്പോൾ നമ്മളെ വിശ്വാസങ്ങൾക്കനുസരിച്ചിട്ട് ഞാൻ സാധാരണ ഒരു ഹിന്ദുവാണ്. ഞാൻ അമ്പലത്തിൽ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ അടിയിൽ വരുന്ന ഈ കോയമാരുടെയും അതുപോലെ തന്നെ മുസ്ലിംസിൻ്റെയും കമൻറ്റുകൾ നിങ്ങൾ കണ്ടിട്ടുണ്ടോ എന്നറിയില്ല. നിങ്ങളൊന്ന് കമൻ്റ് ഒന്ന് ചെക്ക് ചെയ്താൽ മതി. ഇവറ്റുകളുടെയൊക്കെ പള്ളിയിൽ പോയിട്ട് പിന്നെ പ്രാർത്ഥിക്കുമ്പോഴോ നിസ്കരിക്കുമ്പോഴോ ഞാൻ എന്തെങ്കിലും പറയാറുണ്ടോ? ഇതിൻ്റെ അടിയിൽ വന്നിട്ട് ഈ തൂറി മെഴുകാൻ മാത്രം എന്താ നിങ്ങൾക്കൊക്കെ പിന്നെ ഇത്? എനിക്കതാ മനസ്സിലായി. ഒരു അമ്പലത്തിൻ്റെ ഒരു ഫോട്ടോ ഇട്ട് കഴിഞ്ഞാലും അല്ലെങ്കിൽ ഒരു ഇതിട്ട് കഴിഞ്ഞാലും നിങ്ങളെ പള്ളിയിലെ ഉസ്താദുമാരോ അല്ലെങ്കിൽ പള്ളിയിലെ ആൾക്കാർ പഠിപ്പിക്കുന്ന കാര്യമാണോ ഇങ്ങനെ വന്നിട്ട് കമൻ്റ് ഇടണം എന്നൊക്കെ? ഈ കമൻ്റ് ഇടുന്ന ആൾക്കാരോട് മാത്രമേ ഞാൻ പറയുന്നുള്ളൂ. ഇത്രയും വൃത്തികെട്ട രീതിയിൽ കമൻ്റ് ഇടുന്ന ആൾക്കാരോടാണ് എനിക്ക് ചോദിക്കാനുള്ളത്. നിന്റെയൊക്കെ വീട്ടിൽ നിന്നോ അല്ലെങ്കിൽ നിന്റെയൊക്കെ പെങ്ങളോ അല്ലെങ്കിൽ നിന്റെയൊക്കെ ഉസ്താദുമാരോ ഇവിടെ വന്നിട്ട് ഏതെങ്കിലും ഒരു ലേഡീൻ്റെ പ്രൊഫൈലിൻ്റെ അകത്ത് വന്നിട്ട് മോശം കമൻ്റ് ഇടണം എന്ന് പറഞ്ഞ് പഠിപ്പിച്ച് വിട്ടിട്ടുണ്ടോ? അതാണ് എനിക്ക് മനസ്സിലാവുന്നത്. അതാണ് എനിക്ക് ഈ ഉസ്താദുമാരോടാണ് ചോദിക്കാനുള്ളത്. ഉസ്താദുമാരെ എല്ലാവരും ഒന്ന് ഇങ്ങോട്ട് വരിക. ഈ ഒരു കാര്യം, അതായത് നിങ്ങളിൽ കൂട്ടത്തിലുള്ള, അതായത് എൻ്റെ കമൻറ്റ് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടാവുമല്ലോ. ഈ കമൻറ്റ് ഇടുന്നത് അധികം നിങ്ങളിൽപ്പെട്ട ആൾക്കാർ മാത്രമാണ്. അപ്പോൾ അവരോട് എനിക്ക് പറയാനുള്ള കാര്യം എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ, നിങ്ങൾ പറഞ്ഞിട്ടാണോ ഇങ്ങനത്തെ വൃത്തികേട് പറയുന്നത്? ആണോ അല്ലയോ എന്നുള്ളത് നിങ്ങൾക്കാണ് അതിന് മറുപടി തരേണ്ടത്. എന്തു തന്നെ ആയാലും ഈ പള്ളിയിൽ നിന്ന് പഠിപ്പിക്കുന്നത് നല്ല കാര്യങ്ങളാണ് എന്നുള്ള കാര്യങ്ങൾ നിങ്ങൾ അങ്ങനെ ഊഹിക്കുന്നുണ്ടെങ്കിൽ ഇത്രയും വൃത്തികെട്ട രീതിയിൽ കമൻ്റ് ഇടുന്ന ആൾക്കാർ പള്ളിയിൽ പോയിട്ടുണ്ടാവില്ല. ഒരുപക്ഷെ പള്ളിയായിട്ട് ഒരു ബന്ധവും ഉണ്ടാവില്ല. ഉസ്താദുമാരാ പഠിപ്പിക്കുന്നുണ്ടെങ്കിൽ ഉസ്താദുമാരോടാണ് എനിക്ക് ചോദിക്കാനുള്ളത്. നിങ്ങൾ ഇങ്ങനെയാണോ പഠിപ്പിക്കാറ്? നിങ്ങൾ ഓരോ ഹിന്ദുക്കളെ കണ്ടു കഴിഞ്ഞാലും വളരെ മോശമായിട്ട് കമൻ്റ് ഇടണം എന്നാണോ നിങ്ങൾ പഠിപ്പിക്കാറ്? അത് എനിക്ക് അറിഞ്ഞാൽ കൊള്ളാമെന്നുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഒരു ലൈവ് ഇടാൻ തന്നെ കാരണം അത്രയും വൃത്തികെട്ട രീതിയിലുള്ള കമൻറ്റുകൾ വന്നതുകൊണ്ടാണ് ഞാൻ ഇന്നൊരു ലൈവ് തന്നെ വരാൻ കാരണം, അല്ലാണ്ട് വേറെ ഒന്നുമല്ല. നിങ്ങൾക്ക് മാത്രമേ സംസാരിക്കാൻ പറ്റൂ. നിങ്ങളെ പള്ളീനെ പറ്റിയിട്ടോ അല്ലെങ്കിൽ നിങ്ങളെ ആരാധന ഇതിനെ പറ്റിയിട്ടോ അല്ലെ നബീനെ പറ്റിയിട്ടോ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഇവിടെ കേരളം കത്തിക്കുമല്ലോ. ഒരുപാട് ആൾക്കാരെ കമൻറ്റിൻ്റെ അടിയിൽ, അതായത് ഹിന്ദുക്കളെ കമൻറ്റിൻ്റെ അടിയിൽ പോയിട്ട് വൃത്തികേട് പറയണമെന്നുണ്ടെങ്കിൽ, ഞാൻ സാധാരണ ഒരിക്കൽ അമ്പലത്തിൽ പോയിട്ട് ഞാനൊരു ഫോട്ടോ ഇട്ടു. ഒന്നാമതെന്ന് വെച്ചാൽ സുഖമില്ലാത്തത് കൊണ്ടാണ് ഞാൻ വീഡിയോസോ കാര്യങ്ങളോ ഒന്നും തന്നെ ചെയ്യാത്തത് തന്നെ. കാലിൻ്റെ ചെറിയ പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ ഇതെല്ലാം കൊണ്ട് മാത്രമാണ് എനിക്കൊരു 7 കിട്ടുന്നുണ്ടെങ്കിൽ ഞാനത് ചെയ്യുന്നതായിരിക്കും. പക്ഷെ എന്താ പറയേണ്ടത്, കാല് കാണിക്കാനേ നമുക്കൊരു സ്ഥലത്ത് ഡോക്ടറെ കാണിക്കാനോ അല്ലെങ്കിൽ എവിടെയെങ്കിലും പോയിട്ട് ഒരു റീൽസ് ഇട്ടിട്ട് പറയാം അത് ചാരിറ്റി മുഖാന്തരം എടുത്തിട്ടുള്ള പൈസ എന്നെ കൊണ്ട് പോകുന്നതാണ് അങ്ങനെ ഇങ്ങനെയാണെന്നുള്ളത്.
ഈ പറയുന്ന നിങ്ങൾ ആരെങ്കിലും തരുന്നുണ്ടെങ്കിൽ പിന്നെയും വഹിക്കില്ല. എന്നെ സഹായിക്കുന്ന 2-3 ആൾക്കാരുണ്ട്. അവർക്ക് തന്നെ ഞാൻ ചോദിക്കുന്ന സമയത്ത് അവരെനിക്ക് എന്താ പറയേണ്ടത്, സത്യം പറയാന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ നമ്മളെ കയ്യിലൊന്നും പിന്നെ നിങ്ങൾ വിചാരിക്കുന്നത് പോലെ ചാരിറ്റി പൈസയോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല. കാരണം വേറൊന്നും കൊണ്ടല്ല, എന്തിനാണ് ഇങ്ങനെ ഇതാക്കേണ്ട ആവശ്യം എന്നാന്ന് നമുക്കറിയാം നമ്മളെ ജീവിതം എങ്ങനെയാണ് മുന്നോട്ട് പോകുന്നത് എന്നുള്ളത്. അപ്പം അതിൻ്റെ ഇടയിലാണ് നിങ്ങളെപ്പോലെയുള്ള കുറേ മുസ്ലിംസ് വന്നിട്ട് ഇങ്ങനെയും വൃത്തികേട് പറയുന്നുണ്ടെങ്കിൽ ഞാൻ ഒറ്റൊരു കാര്യം മാത്രമേ ചോദിക്കുന്നുള്ളൂ. നിങ്ങളെ ഈ പഠിപ്പിക്കുന്നത് ഈ മദ്രസയെന്നോ അതോ പള്ളിയിൽ നിന്നോ ആണോ ഒന്ന് മാത്രമേ എനിക്ക് അറിയണ്ടൂ. കാരണം ഇതിൻ്റെ അകത്ത് വരുന്ന കമൻറ്റുകൾ ഞാൻ ഈ അമ്പലത്തിൻ്റെ രാവിലെ അമ്പലത്തിൻ്റെ പോസ്റ്റ് ഇട്ട് അതിൻ്റെ അടിയിൽ വരുന്ന കമൻറ്റുകൾ നിങ്ങളൊന്ന് വായിച്ചാൽ മതി. അതിൻ്റെ അടിയിലാണ് ഈ മുസ്ലിംസ്. ഇതിൻ്റെ അകത്ത് അധികം വരുന്നില്ല. കാരണം എന്തുകൊണ്ടാണ്, അവരെ പള്ളീനെയും അവരെ മദ്രസേനെയാണല്ലോ പറഞ്ഞത്. അപ്പം തീർച്ചയായിട്ടും അവർ വരൂല. ഏതെങ്കിലും ഒരു മദ്രസ അധ്യാപകനോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഉസ്താദോ ഇതിന് മറുപടിയായിട്ട് പറയുന്നുണ്ടെങ്കിൽ നിങ്ങളോട് തന്നെയാണ് എനിക്ക് ചോദ്യം ചോദിക്കാനുള്ളത്. നിങ്ങളിങ്ങനെ അഴിച്ചാടി വിട്ടിട്ടുണ്ടോ ഇവിടെയുള്ള മുസ്ലിംസിനാ? അതായത് ഈ പള്ളിയിലൊക്കെ വന്നിട്ട് 5 നേരം നിസ്കരിക്കുന്ന ആൾക്കാരുണ്ട്, അവരോടും കൂടിയാണ് എനിക്ക് ചോദിക്കാനുള്ളത്. ഏതെങ്കിലും ഒരു ഹിന്ദു പെൺകുട്ടികളുടെ പ്രൊഫൈലോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഹിന്ദുവിൻ്റെ ആരാധനാലയത്തിൽ നിന്നിട്ടുള്ള ഫോട്ടോസോ ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൻ്റെ അടിയിൽ വന്നിട്ട് വൃത്തികെട്ട കമൻ്റ് ഇടാൻ പറയുന്നത് ഉസ്താദുമാരാണോ അല്ലെങ്കിൽ പള്ളിയിലെ ആൾക്കാരാണോ? അതാണ് എനിക്കറിയേണ്ടത്. ഉസ്താദുമാർ ആരെങ്കിലും എൻ്റെ വീഡിയോ കാണാതിരിക്കില്ല. കാരണം മുസ്ലിംസ് അധികം ആൾക്കാരും എൻ്റെ വീഡിയോസ് കാണുന്നതാണ്. എല്ലാവരോടും വീട്ടിലിരിക്കുന്ന ഉമ്മാനോടും പെങ്ങളോടും എല്ലാവരോടും കൂടി തന്നെയാണ് എൻ്റെ ഒരു ചോദ്യം ചോദിക്കുന്നത്. കാരണം നിൻ്റെയൊക്കെ അതായത് ഇതിൻ്റെ അകത്ത് വൃത്തികെട്ട കമൻ്റ് ഇട്ടാൽ നിൻ്റെയൊക്കെ വീട്ടിലുള്ള ഉമ്മാനെയും പെങ്ങളെയും പറയിപ്പിക്കുന്ന തരത്തിലുള്ള കമൻറ്റുകളാണ് ഇതിൻ്റെ അകത്ത് വരുന്നത്. സ്വാഭാവികമായിട്ടും എല്ലാത്തിനും നമുക്ക് മറുപടി പറയാൻ പറ്റുമൊന്നുമില്ല. കാരണം അത്രയും വൃത്തികെട്ട രീതിയിലായതുകൊണ്ട് നമുക്കത് പിന്നെ അതിൻ്റെ അടിയിൽ പോയിട്ട് കമൻ്റ് ഇടാൻ നമ്മളെ മനസ്സ് അനുവദിക്കൂല. കാരണം പിന്നെ ഞാനും അവനും തമ്മിൽ എന്ത് വ്യത്യാസമുള്ളത്? പിന്നെ ഒരു കാര്യം ചെയ്യാം, അവൻ്റെയൊക്കെ വീട് തപ്പി പിടിച്ചിട്ട് അവൻ്റെയൊക്കെ ഉമ്മാനോടും അതുപോലെ തന്നെ പിന്നെ ഭാര്യനോടൊക്കെ സംസാരിക്കാം. പക്ഷെ എന്തിൻ്റെയൊക്കെ ആവശ്യത്തിന്? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി. ഇവൻ്റെയൊക്കെ ഇൻബോക്സിൽ വന്നിട്ട് വൃത്തിയായിട്ട് പറയുന്ന കേൾക്കണ്ടിക്കല്, ഇതൊന്നും നമ്മൾ കേൾക്കേണ്ട ഒരു ആവശ്യമില്ല. നമ്മളൊരു ആരാധനാലയത്തിനോ നമ്മളൊരു എവിടെയെങ്കിലും പോകുന്ന ബ്ലോഗോ കാര്യങ്ങളോ എന്തെങ്കിലും ഇട്ടിട്ടുണ്ടെങ്കിൽ തന്നെ അതിൻ്റെ അടിയിൽ വന്നിട്ട് ചാരിറ്റി പൈസ പിടിച്ച പണമാണോ അല്ലെങ്കിൽ അങ്ങനെയാണോ അല്ലെങ്കിൽ ഇങ്ങനെയാണോ ഇതൊക്കെ ചോദിക്കാൻ നിങ്ങൾക്ക് നാണവും മാനവുമില്ലേ? ഇതൊക്കെ നിങ്ങൾ പിന്നെ ഈ പള്ളിയിൽ നിന്നൊക്കെ ഇങ്ങനെ ചാരിറ്റി പിരിവ് എടുക്കുന്നുണ്ടോ? അതുപോലെ തന്നെ ഉസ്താദുമാർ ഇങ്ങനെ എടുക്കുന്നുണ്ടോ? എനിക്കത് അറിയാൻ ഒരാഗ്രഹമുണ്ട്, അതുകൊണ്ടാണ് ചോദിച്ചത്. അറിയാനുള്ള ആഗ്രഹം ഉള്ളത് കൊണ്ടാണ് ഞാൻ ഇങ്ങനെയുള്ളൊരു ചോദ്യം ചോദിക്കുന്നത്. എല്ലാ ഉസ്താദുമാർക്കും ഇതിന് കമൻ്റ് ഇടാം. സത്യമായിട്ടും ഈ പേജിൻ്റെ അകത്ത് ഞാൻ 2-3 ആൾക്കാരെ ID വെച്ചിട്ട് ഞാൻ പരാതി കൊടുക്കുന്നില്ല. കാരണം എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ അതായത് നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും മുസ്ലിംസിൻ്റെ ഇതിൽ വിദ്വേഷം വരുത്തേണ്ട രീതിയിൽ കമൻ്റ് ഇടുന്ന ആൾക്കാരെ ഞാനത് നമ്മളെ പേഴ്സണലായിട്ട് എനിക്ക് സാറിനെ അറിയുന്നത് കൊണ്ട് ഞാൻ സാറിൻ്റെ ഇതിലേക്ക് മെസ്സേജ് അയച്ചു കൊടുത്തിട്ടുണ്ട്. എന്താ സാർ ഇതിനൊന്നും ഒരു പോംവഴി ഇല്ലേ എന്ന് പറഞ്ഞിട്ട്. അപ്പം സാറ് തന്നെ പറഞ്ഞു തന്നു, ഇതിന് ശരിക്കും പറഞ്ഞാൽ പോംവഴി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ അക്കൗണ്ട് ആരാണ് എന്താണ് എന്നൊക്കെ തിരിയണമെന്നുണ്ടെങ്കിൽ 5 സെക്കൻഡ് മതി. വേറൊന്നും കൊണ്ടല്ല, അത് ഫേക്ക് അക്കൗണ്ട് പോലും ഇപ്പം വേഗം മനസ്സിലാക്കുന്നുണ്ട്. അതിൻ്റെ ഇടയിലാണ് ഇമാതിരി ടീം വന്നിട്ട്, അതായത് നിങ്ങൾ എൻ്റെ കമൻറ്റ്, അതായത് ഞാൻ ഇന്ന് രാവിലെ മുതൽ ക്ഷേത്രത്തിൽ പോയിട്ടുള്ളതും അതുപോലെ തന്നെ ഞാൻ വ്ളോഗ് ചെയ്യുന്ന വീഡിയോസിൻ്റെ അടിയിൽ വരുന്ന കമൻറ്റുകൾ ഇപ്പം എനിക്ക് മാത്രമല്ലേ, ഒരുവിധ ഹിന്ദുസിൻ്റെ മൊത്തം ഈ കാവ്യ മാധവൻ്റെതായിക്കോട്ടെ, ദിലീപിൻ്റെതായിക്കോട്ടെ, സുരേഷ് ഗോപി സാറിൻ്റെതായിക്കോട്ടെ, നമ്മളെ ആൾക്കാരെ കമൻറ്റുകൾ, അതായത് ഹിന്ദുസ് തന്നെ നമുക്ക് പറയാം, ഇതിൻ്റെ അടിയിൽ തൂറി മെഴുകുന്നത് മാപ്പിളമാർ എന്ന് പറയാൻ പാടില്ല. കാരണം എന്ന് വെച്ചാൽ മുസ്ലിംസിന് തന്നെ നാണക്കേട് വരുത്തുന്ന കുറേ എണ്ണമുണ്ട്, കുറേ വർഗങ്ങൾ. അവരാണ് ഇതിൻ്റെ അടിയിൽ വന്നിട്ട് പറയിപ്പിക്കുന്നത്. അത് നല്ല മുസ്ലിംസിന് തന്നെ അത് ബാധകമായിട്ട് വരും. എന്താ സത്യമാണെങ്കിൽ നിങ്ങൾക്ക് ധൈര്യമായിട്ട് ഇതിൻ്റെ അകത്ത് പറയാം. ഞാൻ പറയുന്നതിൽ എന്തെങ്കിലും തെറ്റുണ്ടോ എന്നുള്ളത് നിങ്ങൾക്ക് ധൈര്യമായിട്ട് പറയാം. ഞാൻ പറയുന്നതിൽ എന്തെങ്കിലും തെറ്റുണ്ടോ? ഞാൻ ചോദിച്ചതിന് മറുപടി ഉണ്ടോ? നിങ്ങൾക്ക് ഏതെങ്കിലും ഉസ്താദുമാർക്ക് മറുപടി ഉണ്ടോ? ഒരുപാട് ആൾക്കാർ ഞാൻ ഈ വീഡിയോ ചെയ്യുന്ന സമയത്ത് ഉസ്താദുമാരൊക്കെ ഭയങ്കര വീഡിയോ ചെയ്യാറുണ്ടല്ലോ. ഏതെങ്കിലും ഒരു ഉസ്താദ് ഇതിനെ പറ്റിയിട്ട് ഒരു വീഡിയോ ചെയ്യുക. എന്തിനാന്ന് നിങ്ങൾ പിന്നെ ഇതിൻ്റെ അടിയിൽ വന്നിട്ട് കമൻ്റ് ഇടുന്നത് എന്നുള്ളത്? ഈ വർഗീയത നീയൊക്കെ പറയുന്നുണ്ടല്ലോ, എന്ത് വർഗീയതയാണെന്നും കൂടി തനിക്ക് പറയാനുള്ള നാവ് വേണം.
കൊച്ചു പിള്ളേരെ പിടിക്കുന്നു അങ്ങനെയൊക്കെ ഇഷ്ടമാതിരി ഉണ്ട്. അതുകൊണ്ടാണ് അവരെ അതേ സ്വഭാവമാണ് ഇവരിവിടെ കാണിക്കുന്നത്. അല്ലാതെ എന്ത്? നിങ്ങൾ നോക്കിയാട്ടെ ഇതിൻ്റെ അകത്ത് വരുന്ന കമന്റുകൾ നിങ്ങൾ വെറുതെ വായിച്ചു നോക്കിയാ തീവ്രവാദി ഗണത്തിൽപ്പെട്ട ഒന്നിക്ക മുജീബ്, അല്ലെങ്കിൽ ഹബീബ്, അല്ലെങ്കിൽ നജീബ്, ഇമാതിരി ടീമുകളെ കമന്റ് ആയിരിക്കും വരുന്നത്. അപ്പൊ ഞാൻ പിന്നെ പറയണ്ടേ, ഇവരെ പഠിപ്പിക്കുന്നത് ഒന്നിക്കൽ ഉസ്താദ്മാരോ അല്ലെങ്കിൽ പള്ളിയിലെ ആൾക്കാരോ ഒന്നുമല്ല. ഇതിന് മറുപടി പറയേണ്ടത് ഉസ്താദ്മാരും പള്ളിയിലെ ആൾക്കാരുമാണ്. 5 നേരം നിസ്കരിക്കുന്ന ഏതൊരു മുസൽമാനും ഇമാതിരി വായിൽ നാവളക്കില്ല. ഞാൻ കേട്ടത്. നല്ല മുസൽമാനാണെങ്കിൽ ഒരു ലേഡീസിനെ റെസ്പെക്റ്റോട് കൂടി മാത്രമേ സംസാരിക്കുകയുള്ളൂ. ഞാനിത് അങ്ങനെയാ കേട്ടത്. പക്ഷേ എങ്കിൽ എനിക്ക് തോന്നുന്നില്ല 5 നേരം നിസ്കരിക്കുന്ന ഏതൊരു മുസ്ലിമും ഇതിൻ്റെ അകത്ത് വന്ന് സംസാരിക്കുന്നില്ല. മുസ്ലിമിനെ പറയിപ്പിക്കാൻ കുറേ അലവലാതി ഉസ്താദുമാരും അതുപോലെ തന്നെ കുറേ എണ്ണം. പറയാൻ ധൈര്യം ഉണ്ടെങ്കിൽ ഏതെങ്കിലും ഒരു ഉസ്താദ് വന്നിട്ട് ഇതിന് മറുപടി പറയണം. ആരാണെങ്കിലും. ഒരുപാട് ആൾക്കാർ ഇപ്പം മിറർ കേരളയും അതുപോലെ തന്നെ പിന്നെ മുസ്താഖും അതുപോലെ തന്നെ MCCയും ഇവറ്റകളൊക്കെ എനിക്കെതിരെ വീഡിയോ ചെയ്യുന്നുണ്ടല്ലോ. ഞാൻ ഈ ചോദ്യങ്ങൾ ചോദിച്ചത്, അതായത് എൻ്റെ ഇതിൻ്റെ അകത്ത് വന്നിട്ട് വൃത്തികേട് പറയുന്ന ആൾക്കാർക്കെതിരെ ഈ പിന്നെ ഉസ്താദുമാരാണോ അല്ലെങ്കിൽ ഇങ്ങനെയുള്ള ആൾക്കാരാണോ ഇങ്ങനെ പറഞ്ഞു വിടുന്നത് എന്നുള്ളത് മാത്രമേ എനിക്കറിയല്ലോ. നല്ല മുസ്ലിംസിനാ ഞാൻ നല്ലത് തന്നെയാണ് ഞാൻ പറയുക. കാരണം ഈ ഒരു പറയുന്ന കാര്യങ്ങൾ കൃത്യമായിട്ട് നിങ്ങൾ വീക്ഷിച്ചിട്ട് അതിന് കൃത്യമായിട്ടൊരു മറുപടി തന്നിരിക്കണം. ഇതിപ്പോ എൻ്റെ പേജ് മാത്രമൊന്നുമല്ല, എല്ലാ ആൾക്കാരുടെ പേജും. ശ്രീബല ഞാൻ അതുകൊണ്ട് ഞാൻ പറഞ്ഞതല്ല. ഇതിപ്പോ എൻ്റെ പേജ് മാത്രമല്ല, ഒരുപാട് ഇപ്പൊ മോഹൻലാല്, മമ്മൂട്ടി, അതുപോലെ തന്നെ സുരേഷ് ഗോപി സാറ്, അതുപോലെ തന്നെ കാവ്യമാധവൻ അല്ലെങ്കിൽ സംയുക്ത, ഇവരൊക്കെ ഒരു ഫോട്ടോ ഇട്ട് കഴിഞ്ഞാൽ അതിൻ്റെ അടിയിൽ വരുന്ന കമന്റുകൾ നിങ്ങൾ കാണുക. അത്രയും വൃത്തികെട്ട രീതിയിൽ നസീർ ഹുസൈൻ എന്ന് പറയുന്ന ഒരു നല്ലൊരു മുസ്ലിം ഇവിടെ വന്ന് ചോദിച്ചിട്ടുണ്ട്, എന്താ സഹോദരി പ്രശ്നം വേറൊന്നും കൊണ്ടല്ല, ഞാൻ എന്ത് ഫോട്ടോ ഇട്ട് കഴിഞ്ഞാലും നിങ്ങൾ ആൾക്കാർ വന്നിട്ട് മോശം വൃത്തികേട് വെടി മറ്റേത് ഇന്ത്യയൊക്കെ വീട്ടിൽ വന്നിട്ട് നിന്റെയൊക്കെ കിടപ്പറയിൽ വന്നിട്ട് ഞാൻ അവിടെ കിടക്കുന്നുണ്ടോ? വൃത്തികേട് പറയാൻ മാത്രം. നിന്റെയൊക്കെ ഉമ്മ പോകുന്നുണ്ടോ? അല്ല നിന്റെ പെങ്ങൾ പോകുന്നുണ്ടോ? നിന്റെ ഭാര്യ പോകുന്നുണ്ടോ? ഇങ്ങനെയൊക്കെ ആൾക്കാർ ഇങ്ങനെ പറയണമെന്നുണ്ടെങ്കിൽ ആ പറയുന്ന ശീലമുള്ള ആൾക്കാർക്ക് അങ്ങനെ ശീലം ഉണ്ടാവും. അതുകൊണ്ടായിരിക്കും മറ്റുള്ള ലേഡീസിനെ കാണുമ്പോൾ ഇത്രയും വൃത്തിയോട് പറയുന്നത്. അതുകൊണ്ട് നസീറെ, എനിക്ക് ചോദ്യങ്ങൾ ചോദിക്കാനുള്ളത് ഉസ്താദുമാരാണ്. എല്ലാ ഹിന്ദുസിന്റെയും പേജിന്റെ അടിയിൽ പോയിട്ട് മുസ്ലിംസ് കമന്റ് ഇടുന്നത് അത് നിങ്ങളാ ഉസ്താദുമാര് അല്ലെങ്കിൽ പള്ളിയിൽ നിസ്കരിക്കുന്ന ആൾക്കാർ പഠിപ്പിച്ചന്നെയാണോ? അതാണ് എനിക്കറിയേണ്ടത്. ഉസ്താദുമാർക്കും ഇതിൻ്റെ അകത്ത് കോമ്പറ്റീഷനിൽ നിന്ന് നമുക്ക് പങ്കെടുക്കാം. ഞാൻ ചോദിച്ചതിന് മറുപടി ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് അത് ഞാൻ നാളെ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും കാണിച്ചതായിരിക്കും. ഈ ഒരു പിന്നെ ഞാൻ അഥവാ പ്രാർത്ഥിക്കുന്ന ഒരു ഫോട്ടോ ഇട്ട് കഴിഞ്ഞാൽ അതിൻ്റെ അടിയിൽ വരുന്ന കമന്റുകൾ. അബ്ദുൽ നസീറെ, നിങ്ങളെപ്പോലെയുള്ള നല്ല മനുഷ്യന്മാരുണ്ട്. പക്ഷെ എന്ത് പറയാനാ, നിങ്ങളെപ്പോലെയുള്ള ആൾക്കാരെ പേര് വെച്ചിട്ട് വൃത്തികേട് പറയുന്ന ആൾക്കാരോടാണ് എനിക്ക് ഈ കാര്യം പറയാനുള്ളത്. ഓക്കെ, ഞാനിത് കുറേയായി പറയണം എന്ന് വിചാരിക്കുന്നത്. പക്ഷേങ്കിൽ എന്താ പറയണത്, ഇന്നൊരു അമ്പലത്തിൽ പോയിട്ട് ഞാൻ ആ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അതിൻ്റെ അടിയിൽ വന്നിട്ട് വൃത്തികേട് പറയാം. അപ്പം നിങ്ങൾക്ക് നാണോ മാനമില്ലേ എന്നാണ് ഞാൻ ചോദിക്കുന്നത്. കഷ്ടമുണ്ട്. പള്ളിയെയും ഉസ്താദുമാരെയും പറയിപ്പിക്കുന്ന കുറേ വാണങ്ങൾ പറഞ്ഞിട്ട് കാര്യമില്ല. ക്യാപ്സ്യൂളുകളൊക്കെ അവിടെ തന്നെ വീട്ടിൽ വെച്ച് ഒന്നിക്കലും അവൻ്റെ പെങ്ങളല്ലേ അവൻ്റെ ഉമ്മാൻ്റെ അടുക്കൊക്കെ വെച്ചിട്ട് പ്രൊഫൈൽ വെച്ചിട്ട് സ്വന്തം പ്രൊഫൈൽ ലോക്ക് വെച്ചിട്ടാണ് മറ്റുള്ള ആൾക്കാരെ പ്രൊഫൈലിൽ പോയിട്ട് എത്തി നോക്കുന്നത്. അത് തന്നെയാ നസീർ ഹുസൈൻ എന്ന് പറയുന്ന സഹോദര എനിക്കും അറിയേണ്ടത്. കാരണം ഞാൻ പഠിച്ചിടത്തോളം, ഞാനിവിടെ വടക്കമ്പാട് ഗുംട്ടി എന്ന് പറയുന്ന ഒരു സ്ഥലത്താണ് നിൽക്കുന്നത്. ഇവിടുത്തെ ഓരോ മുസൽമാനും നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും സഹകരണമാണ്. അങ്ങനെ ഒരു പ്ലേറ്റിൽ, അതായത് ഇവിടെയുള്ള എല്ലാ ആൾക്കാരും അങ്ങോട്ടും ഇങ്ങോട്ടും നല്ല രീതിയിൽ, നല്ല മുസ്ലിംസ് ഇവിടെ നമ്മുടെ നാട്ടിലുണ്ട്. അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മൾ രാഷ്ട്രീയം വേറെയാണെങ്കിലും നമ്മളെ നല്ല രീതിയിൽ റെസ്പെക്ട് ചെയ്യുന്ന ഒരുപാട് മുസൽമാന്മാർ നമ്മളെ നാട്ടിലുണ്ട്. പക്ഷെ അതിലുപരി വൃത്തികെട്ട കാര്യങ്ങൾ നീ ഇതിൻ്റെ അകത്ത് വൃത്തിയായിട്ട് പറയുന്നതാണ് ഞാൻ പറയുന്നത്. മനസ്സിലായില്ലല്ലോ? അവർ യഥാർത്ഥ മുസൽമാനാണോ അല്ലയോ എന്നുള്ളതാണ് എനിക്കറിയാനുള്ളത്. ഓക്കെ, അപ്പം നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇതിനൊക്കെ ഒരു മറുപടി തരാം.
അപ്പോൾ ഇത്ര മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു. നന്ദി, നമസ്തേ. ഇനി ഉസ്താദുമാരാണ് മറുപടി തരേണ്ടത്.